മാംഗല്യം. രചന അവതരണം മിത്രവിന്ദ. ജഗൻ ജാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന കേട്ട് മിഥുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി. എന്നാലും മോനെ, ഇത്രയും ദോഷമൊക്കെയുള്ള പെൺകുട്ടിയെ ഇനിയും നീ കൂടെ നിർത്തിയാൽ നിന്റെ ഗതി എന്താകും? ഇപ്പൊ തന്നെ എത്ര രൂപയുടെ പൂജ നടത്തി? തുടക്കത്തിലെ ഇത്രയും പൈസ പോയെങ്കിൽ ഇനി അങ്ങോട്ട് എന്താവും? സുഗന്ധി മുഖത്ത് വിഷമം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര നല്ല പയ്യനാ. എന്നാലും മോനെ, നിനക്ക് ഈ ഗതി വന്നല്ലോ. ഇങ്ങനൊരു ജാതകദോഷക്കാരിയെ ചുമക്കേണ്ടി വന്നല്ലോ. എന്റെ കാവിലമ്മേ. സുഗന്ധി നിർത്താൻ ഉദ്ദേശമില്ലാത്ത പോലെ പിന്നെയും തുടർന്നു. അവർ പറയുന്ന കേട്ട് ജാനി മുഖം കുനിച്ച് നിൽപ്പാണ്. നല്ലൊരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടതായിരുന്നു. ആ വിശ്വനാഥൻ MLA യുടെ മോള് നയോമി. സമ്പത്തും വിദ്യാഭ്യാസവും കുടുംബമഹിമയും എല്ലാം ഒത്തുചേർന്നിണങ്ങിയ ഒരു പെൺകുട്ടി. അവൾ ആരും നിന്ന് മാണിക്യമംഗലം കോവിലകത്തെങ്കിൽ എത്ര സന്തോഷത്തോടെ കഴിയേണ്ടവരായിരുന്നു നമ്മൾ. ഞാനാണെങ്കിൽ കുടുംബക്കാരോട് എല്ലാവരോടും വിളിച്ചു പറയുകയും ചെയ്തു. പിന്നെ കല്യാണം മാറിപ്പോയെന്നറിഞ്ഞപ്പോ അവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. സുഗന്ധി പറയുന്ന കേട്ടതും ജഗൻ പല്ലിഞ്ഞരിച്ചു നിന്നു. എങ്കിലും ഏതുവരെ പോകുമെന്നറിയാൻ വേണ്ടി അവൻ മൗനം പാലിച്ചു നിന്നു. ഇതിപ്പോ ആർക്കറിയാം, ഇവള് തന്നെയാവും ആ ജ്യൂസ് കലക്കി ജഗന് കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ മറ്റെത്ര മുറികളുണ്ടായിട്ടും എങ്ങനെ ഇവൾ കൃത്യമായിട്ട് ജഗന്റെ മുറി തന്നെ കിടന്നു? അതിൽ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതുപോലെ. എടി പെണ്ണെ, ഉള്ള സത്യം തുറന്നു പറയടി. സുഗന്ധിയെ ചോദ്യം ചോദിച്ചപ്പോ ജാൻവി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛാ? അച്ഛനൊന്ന് ആലോചിച്ചേ. അവർ സേതു മാധവന്റെ മുഖത്തേക്ക് നോക്കി. ഒപ്പം ബാക്കിയുള്ളവരെയും. കേട്ടുനിന്ന മാണിക്യമംഗലത്തെ ഓരോരുത്തരും ഉത്തരമില്ലാതെ ജഗനെയും ജാൻവിയെയും മാറി മാറി നോക്കി. ജാൻവിയാണെങ്കിൽ ഇനിയും അപമാനം താങ്ങാൻ കഴിയാത്ത പോലെ മുഖം ഭൂമിയോളം താഴ്ത്തിപ്പിടിച്ച് നിൽക്കുവാണ്. അവളുടെ കണ്ണിൽ നിറഞ്ഞൊഴുക്കി. അവളുടെ കൈ പിടിച്ച ജഗന്റെ പിടി കൂടുതൽ അമർന്നു. ജാനി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി ജഗനെ നോക്കി. അവന്റെ മുഖത്തിപ്പോഴും സ്ഥായി ഭാവം തന്നെയാണ്. ദേഷ്യം. ആരോടെന്നറിയാത്ത ദേഷ്യം. ചുറ്റുള്ള എല്ലാത്തിനെയും എരിച്ചു കളയാൻ പാകത്തിൽ കത്തുന്ന കണ്ണുകളോടെയാണ് അവൻ നോക്കിക്കണ്ടത്. അതുമല്ലെങ്കിൽ പോട്ടെ, ഇങ്ങനെ എന്താ ഏതാന്നറിയാത്ത ഒരു പെൺകുട്ടി. പറയാൻ തന്നെ നാണക്കേടാകുന്നു. എടുത്തു പറയാൻ പാരമ്പര്യവും തറവാട്ടു മഹിമയുമുള്ള നമ്മുടെ കുടുംബത്തിലെ സർവാധികാരിയായ ജഗന്നാഥവർമ്മയ്ക്ക് ഇങ്ങനെയൊരു അറിവ് ആയിരുന്നോ വധുവാകേണ്ടിയിരുന്നത്? സുഗന്ധി ഉറക്കെ ചോദിച്ചപ്പോ ഉത്തരവില്ലാതെ നിന്നുപോയി മാണിക്യമംഗലത്തുകാർ. അവിടെ സുധാകരേട്ടന്റെ വീട്ടിലൊക്കെ ഓരോരുത്തരോരോന്ന് ചോദിക്കുമ്പോ തൊലി ഇരിഞ്ഞു പോവാ എനിക്ക്. ജഗന്റെ ഭാര്യയ്ക്ക് എന്താ ജോലി, ഏതുവരെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോ പറയാൻ ഒക്കുവോ? ഇത്രയും യോഗ്യനായ പയ്യന് ഇങ്ങനൊരു പെണ്ണിനെയാണ് ദൈവം വിധിച്ചു വെച്ചതെന്ന്. അല്ലേ തന്നെ ഇനി ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? സുഗന്ധി എങ്ങും തൊടാതെ പറഞ്ഞു വെച്ചപ്പോ ജഗൻ വല്ലാത്തൊരു അമർഷത്തോടെ അവരെ നോക്കി. അപ്പച്ചി പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാണ് ഈ കയറി പോകുന്നത്? ജഗന്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. ജാനി പേടിയോടെ അവനെ നോക്കി. നിങ്ങൾ കുറെ നേരം കൊണ്ട് വാ തോരാതെ ഒരുത്തെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടല്ലോ. ഇവളെന്റെ ഭാര്യയാണ് ജാൻവി. മാണിക്യമംഗലം കോവിലകത്തിൽ പരദേവതമാരെ സാക്ഷി നിർത്തി ഈ ജഗന്നാഥൻ താലി കെട്ടിയ പെണ്ണ്. എന്റെ ജീവന്റെ പാതിയായി ഈ നെഞ്ചോട് ചേർത്ത് വെച്ച പെണ്ണ്. അതുകൊണ്ട് അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സൂക്ഷിച്ചു വേണം. ജഗൻ ഒരു താക്കീത് പോലെ പറഞ്ഞെങ്കിലും സുഗന്ധി അത് അത്ര കാര്യമാക്കി എടുത്തില്ല. നീ എന്തിനാ മോനെ എന്നോട് തട്ടിക്കയറാൻ നിൽക്കുന്നേ? അല്ലേ തന്നെ അപ്പച്ചി പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോന്ന് നീ തന്നെ പറയൂ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേടാ. ആ ഒരു ബുദ്ധി വെച്ചെങ്കിലും നീ ചിന്തിക്ക്. ഇങ്ങനെ എവിടുന്നോ വന്നു കയറി ഒരുത്തിയായിരുന്നു നിന്റെ വധുവാകേണ്ടിയിരുന്നത്. ഇവൾ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു എന്നൊക്കെ പറയുന്നു. വലുതും പഠിക്കുന്ന പെണ്ണാണോ ഇത്? കണ്ടിട്ട് തോന്നില്ല കേട്ടോ. നീ പാസ്സാവൂടി പെണ്ണെ? അവരത് ചോദിച്ചതും മിഥു എന്തോ പറയുവാൻ വേണ്ടി തുടങ്ങി. പെട്ടെന്ന് ജഗൻ മിഥുവിനെ കൈയെടുത്ത് വിലക്കി. ഇനി ഇവളെങ്ങാനും പഠിച്ചു തോറ്റാലോ? നാണക്കേടല്ലായോ അതും നിനക്ക്? സുഗന്ധിയുടെ വർത്തമാനങ്ങൾ ജാനിയെ വല്ലാതെ തളർത്തുന്നുണ്ടെന്ന് മിഥുവിന് മനസ്സിലായതും പാർവതിക്കരികിൽ നിന്ന് മിഥു പതിയെ ജാനിക്കടുത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ ജഗന്റെ ഒരു നോട്ടത്തിന്റെ പുറത്ത്
മിതു നിന്നിടത്തു നിന്ന് അനങ്ങാതെ അവിടെ തന്നെ നിന്നപ്പോൾ അത്രമേൽ രൂക്ഷമായ നോട്ടം. മിതു ജാനിയെ നിസ്സഹായതയോടെ നോക്കി. ജാനി തിരിച്ചും. അപ്പോൾ സുഗന്ധിയപ്പച്ചി പറയുന്നത്, എനിക്ക് ജ്യൂസ് തന്നത് ജാനിയാണെന്നാണല്ലേ? ജഗൻ സുഗന്ധിയോടെ ചോദിച്ചു. അതേ മോനെ, ഇവള് തന്നെയാ തന്നത്. അതല്ലാതെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നിന്നോട് ഇങ്ങനെ ഒരു പണി ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിന്നോട് വെറുപ്പുള്ളവരാരും നമ്മുടെ കോവിലകത്തില്ല. ഇവള് തന്നെയാകും തന്നത്. അതിനാണ് ഇവള് പാട്ടും പാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തു വന്നത്. എന്നാലും ഇവൾ എന്തിനാവും എനിക്ക് തന്നത്? അപ്പച്ചയ്ക്ക് അതിനെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? മോനെ, നമ്മുടെ കുടുംബത്തിലെ സ്വത്തും പണവും കണ്ടുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും നിന്നെ വിവാഹം കഴിച്ച് ഇവിടെ കയറിക്കൂടിയാൽ സുഖമായി ഒക്കെ ജീവിക്കാലോ. അല്ലേ തന്നെ ഇവളെ പോലെ ഒരുത്തിക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? നിന്നെ പോലെ സുന്ദരനും സുമുഖനും യോഗ്യനുമായ ഒരു പയ്യനെ. സത്യം പറഞ്ഞാൽ അന്ന് ഇവരെ രണ്ടുപേരെ ഒരുമിച്ചൊരു മുറിയെ കിട്ടിയപ്പോ അതിനു പിന്നിലെ വാസ്തവം പോലും അന്വേഷിക്കാതെ എല്ലാരും ചേർന്ന് ഇവരെ ഒരുമിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചു. പിന്നെ നയോമിക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നല്ലോ. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളെ കൊണ്ട് ജഗനെ വിവാഹം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇവൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നില്ലേ? ജഗൻ കണ്ണു ചുരുട്ടി സുഗന്ധിയെ നോക്കി. അപ്പച്ചി എന്തായിരുന്നു ഉദ്ദേശിച്ചത്? അതല്ല മോനെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹിമയും വിവാഹപ്രായം എത്തിയ ഒരു പെണ്ണല്ലേ. അവൾക്കാണെങ്കിൽ നിന്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് നിനക്ക് ജാൻവിയെക്കാളും നല്ലത് എന്തുകൊണ്ടും ചേരുന്നത് നമ്മുടെ ഹിമയായിരുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ വിവാഹം കഴിഞ്ഞില്ലേ? പക്ഷെ ഹിമയുടെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമേ ഉള്ളൂ. ജഗൻ തങ്ങളുടെ വാക്ക് കേൾക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സുഗന്ധി വീണ്ടും നിർത്താതെ പറഞ്ഞു തുടങ്ങി. ആണോ ഹിമേ? നിനക്കെന്നെ അത്രയ്ക്കിഷ്ടായിരുന്നോ? ജഗൻ ജാൻവിയുടെ കയ്യിലെ പിടുത്തു വഹിച്ചുകൊണ്ട് ഹിമയ്ക്ക് മുൻപിലേക്ക് ചെന്ന് ചോദിച്ചതും അറിയാതെ ജാൻവിയുടെ നെഞ്ചൊന്ന് ആഞ്ഞു മിടിച്ചു. ഹിമയ്ക്ക് തൊട്ടു മുൻപിൽ ചെന്നു നിന്ന് അവളെ അടിമുടി നോക്കിക്കൊണ്ടുള്ള ജഗന്റെ ആ ചോദ്യം ഹിമയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. നാണം കൊണ്ട് അവൾ മുഖം താഴ്ത്തി. അത് പിന്നെ എനിക്ക്, ഹിമ നാണത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും ജഗൻ അവളെ കൈയുയർത്തി തടഞ്ഞത് ഒരുമിച്ചാണ്. നോക്ക് ഹിമേ, ഈ നിൽക്കുന്ന മിതു എനിക്ക് എങ്ങനെയാണോ അതുപോലെ ഞാൻ നിന്നെയും കണ്ടിട്ടുള്ളൂ. എന്റെ സ്വന്തം കൂടപ്പിറപ്പ്. അതിനപ്പുറം എന്റെ സ്നേഹത്തിന് മറ്റൊരർത്ഥവും നീ കാണരുത്. വിവരം കേട്ട നിന്റെ അമ്മ ചിലപ്പോ പലതും പറഞ്ഞു തന്ന് നിന്റെ മനസ്സിൽ കുത്തിത്തിരികെ വെച്ചിട്ടുണ്ടാകും. അതൊക്കെ അങ്ങ് മറന്നു കളയുന്നതാണ് നിനക്ക് നല്ലത്. പെട്ടെന്ന് ജഗനെങ്ങനെ പറഞ്ഞതും ഹിമയും വല്ലാതായി. പിടയ്ക്കുന്ന മിഴികളോടെ അവൾ ജഗനെ മുഖം ഉയർത്തി നോക്കി. അവനാണെങ്കിൽ ആ നോട്ടം കണ്ടതുപോലും ഇല്ലായിരുന്നു. അപ്പൊ സുഗന്ധിയപ്പച്ചി ഉറപ്പിച്ചു പറയുകയാണ്, അന്ന് ഈ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണക്കാരി ജാൻവിയാണെന്ന് അല്ലേ? അതെ, ഇവൾ തന്നെയാണ് എല്ലാത്തിന്റെ മൂല കാരണം. സുഗന്ധി ആണയിട്ട് പറഞ്ഞു. ഓക്കെ, എല്ലാരും ഇവിടെ തന്നെ നിൽക്കണം, ഞാനിപ്പോ വരും. അതും പറഞ്ഞുകൊണ്ട് ജഗൻ ഉമ്മറത്തേക്ക് ഇറങ്ങി അവന്റെ കാറ് തുറന്നു. കാറിൽ നിന്നും മഹാദേവൻ ഇറങ്ങി. വരൂ. ജഗന്റെ കനമുള്ള സ്വരം അയാളുടെ കാതിൽ പതിഞ്ഞതും ജഗന് പിന്നാലെ അയാൾ മാണിക്യമംഗലം കോവിലകത്തിന്റെ അകത്തളങ്ങളിലേക്ക് കാലെടുത്തു വെച്ചു. പെട്ടെന്ന് അപരിചിതനായ ഒരാളെ അവിടെ കണ്ടതും സേതുനാഥൻ കണ്ണു ചുരുക്കി നോക്കി. ആരാ ജഗനിത്? അതൊക്കെ ഞാൻ പറയാം മുത്തശ്ശ. അത് പറഞ്ഞ് ജഗൻ നേരെ നോക്കിയത് സുഗന്ധിയാണ്. സുഗന്ധി ഹിമയിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടത് ജഗന്റെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിടർന്നു. ഇവിടെ നിൽക്കുന്ന ആരേലും ഇദ്ദേഹത്തെ മുൻപ് കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോ പറയാം. ജഗന്റെ ചോദ്യത്തിനു മുമ്പിൽ എല്ലാവരും തല വിലങ്ങനെ ചലിപ്പിച്ചു. പല മുഖങ്ങളിലും അയാളെ ആദ്യമായി കാണുന്നതിന്റെ ഞെട്ടലും അയാൾ ആരാണെന്ന് കൂടുതൽ അറിയുവാനുള്ള ആകാംക്ഷയും മാത്രമായിരുന്നു തെളിഞ്ഞു നിന്നത്. ജഗന്റെ നോട്ടം സുഗന്ധിയുടെ നേർക്ക് നീണ്ടു. അപ്പച്ചി ഇദ്ദേഹത്തെ മുൻപ് കണ്ടിട്ടുണ്ടോ? ജഗൻ സുഗന്ധിക്കടുത്തേക്ക് ചെന്നുകൊണ്ട് അവരുടെ ചെവിയിൽ മുരളും പോലെ ചോദിച്ചു. ഭയപ്പാടോടെ ജഗനിൽ നിന്ന് രണ്ടടി നീങ്ങി നിന്ന് സുഗന്ധി. ഇല്ല, എനിക്കൊന്നും അറിയില്ല ഇയാളെ. സുഗന്ധി മഹാദേവനെ നോക്കി പറഞ്ഞതും അയാൾ ഒന്നും ഞെട്ടി. അയ്യോ സാറേ, ഇവര് പറയുന്ന കള്ളവാ. മഹാദേവൻ എടുത്ത വായിക്ക് പറഞ്ഞപ്പോ എല്ലാവരും ഒരു ഞെട്ടലോടെ സുഗന്ധിയെ നോക്കി. എടോ കാർന്നൂരെ, ഇയാൾക്ക് ആള് മാറിപ്പോയതാകും. വയസ്സും പ്രായവും ആയില്ലേ? അയാളെ നോക്കി പറഞ്ഞു സുഗന്ധി.
ജഗൻ, ഇതെന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇതിനോടകം തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും അവിടെ തടിച്ചു കൂടിയിരുന്നു. അവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാർവതി മുന്നോട്ട് വന്ന് അത് ചോദിച്ചു. അമ്മേ, ഞാൻ പറയല്ല. ഇത് മഹാദേവവർമ്മ കണിച്ചുകുളങ്ങരയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നു. അത്രയും കേട്ടതോടെ സുഗന്ധി ഏകദേശം കാറ്റുപോയ മട്ടിൽ നിൽക്കുകയാണ്. അപ്പച്ചിയുടെ മുഖം എന്താ പെട്ടെന്ന് വല്ലണ്ടായത്? ജഗൻ സുഗന്ധിയെ നോക്കി ചോദിച്ചതും അവർ മുഖത്ത് സ്വാഭാവികത വരുത്തിക്കൊണ്ട് അവനെ നോക്കി. ഏയ്, എനിക്കെന്ത് പറ്റാൻ? അപ്പച്ചിക്കൊന്നും പറ്റരുത്. എനിക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട്. നീ എന്താ ജഗൻ ഉദ്ദേശിക്കുന്നത്? അപ്പച്ചിയുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ജഗൻ പറഞ്ഞതോടെ സുഗന്ധിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം കൈവിട്ടു തുടങ്ങിയെന്ന്. പറയടോ കാര്യങ്ങൾ. ഈ നിൽക്കുന്ന എല്ലാവരും കേൾക്കെ തന്നെ പറയണം കേട്ടോ. ജഗൻ പറഞ്ഞതും തല കുലുക്കിക്കൊണ്ട് മഹാദേവവർമ്മ കാര്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങി. ഏകദേശം 3 ആഴ്ച മുമ്പ് ഈ നിൽക്കുന്ന സ്ത്രീ സുഗന്ധി എന്റെ വൈദ്യശാലയിൽ വന്നിരുന്നു. അന്ന് ഇവർക്കൊരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. ഇവരുടെ ഭർത്താവ് സുധാകരന്റെ അച്ഛനും ഞാനും തമ്മിൽ നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ആദ്യമൊന്നും നിരസിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്നിനും ആയിരുന്നില്ല ഇവരവിടേക്ക് വന്നത്. ഇവരുടെ മകൾക്കൊരു പയ്യനെ ഇഷ്ടമാണ്. ആ പയ്യന്റെ വിവാഹം മറ്റൊരു പെൺകുട്ടിയുമായി നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടി ഒരു ഫ്രോഡാണെന്ന് ഇവർ അറിഞ്ഞത്. അങ്ങനെ ആ കുട്ടിയിൽ നിന്ന് ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞാണ് അവർ അവിടേക്ക് വന്നത്. ആവശ്യം കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലായിരുന്നെങ്കിലും പതിയെ ഈ സുഗന്ധിക്ക് നിർബന്ധമായിരുന്നു ആ മരുന്ന് വേണമെന്ന്. അങ്ങനെയാണ് ജ്യൂസിലോ പാലിലോ കലക്കി കൊടുക്കാൻ പാകത്തിൽ ഒരു പൊടി ഞാൻ ഇവർക്ക് നൽകുന്നത്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം 10 മിനിറ്റ് അതിനകത്ത് തന്നെ കുടിച്ചാളുടെ ബോധം നശിക്കും. പിന്നെ ഏകദേശം 10-12 മണിക്കൂറോളം നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും അറിയാതെ നമ്മൾ സുഖമായി ഉറങ്ങിപ്പോകും. എന്റെ എത്തിക്സിനെതിരായിരുന്നെങ്കിൽ പോലും മറ്റു വഴികളില്ലാതെ ഞാനത് സുഗന്ധിക്ക് നൽകി. പെട്ടെന്നത് കേട്ടതും സുഗന്ധി നിന്ന നിൽപ്പിലൊന്ന് ഇളകി. എടോ കാരണവരെ, ദേ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഈ സുഗന്ധി ആരാണെന്ന് താൻ അറിയും. മഹാദേവന് നേരെ തട്ടിക്കേറി സുഗന്ധി. അപ്പച്ചിക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ജഗൻ വളരെ ശാന്തതയോടെ ചോദിച്ചതും സുഗന്ധി ഒന്നടങ്ങി. പക്ഷെ അവർക്കറിയില്ലായിരുന്നു അവന്റെ ശാന്തതയാണ് ഏറെ ഭയക്കേണ്ടതെന്ന്. മോനെ ജഗൻ, ഇയാളെയും ഇയാളുടെ വൈദ്യശാലയും ഒന്നും എനിക്കറിയില്ല. സുഗന്ധി താഴ്മയോടെ എന്നാൽ അത്യധികം സ്നേഹത്തോടെ പറഞ്ഞതും ജഗന്റെ കണ്ണുകളിൽ ഒരു കൂർമത തെളിഞ്ഞു. അപ്പോ അപ്പച്ചി പറയുന്നത് അപ്പച്ചിക്ക് ഇയാളെ അറിയുക പോലും ഇല്ലെന്നല്ലേ? ജഗൻ ചോദ്യഭാവത്തിൽ സുഗന്ധിയെ നോക്കി. അതേ മോനെ, ഇയാളെ ഞാൻ കാണുന്നത് പോലും ഇതാദ്യമാണ്. ജഗൻ ഒന്നും മിണ്ടിയില്ല. പകരം പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന ഫോണെടുത്ത് അതിൽ നിന്നൊരു വീഡിയോ ക്ലിപ്പ് ആദ്യം സുഗന്ധിക്ക് നേരെയും പിന്നെ ബാക്കിയുള്ളവർക്ക് നേരെയും നീട്ടി കാണിച്ചു കൊടുത്തു. നിമി നേരം കൊണ്ട് സുഗന്ധി വിളറി വെളുത്തു. ഒരു വേള ഭൂമി കുഴിഞ്ഞ് താഴോട്ട് പോയിരുന്നെങ്കിലെന്ന് അവർ ആശിച്ചു. വൈദ്യശാലയിലേക്ക് സുഗന്ധി കയറി. CCTV ദൃശ്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ. ഇനി ഈ വീഡിയോ ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് പറയൂ അപ്പച്ചി? അവർ പറയാൻ ഉദ്ദേശിച്ചത് ജഗൻ കൃത്യമായി മുഖത്ത് നോക്കി ചോദിച്ചതിന്റെ ഞെട്ടലിലായിരുന്നു സുഗന്ധി. മോനെ ജഗൻ, സുഗന്ധി എന്തോ പറഞ്ഞ് ന്യായീകരിക്കാൻ തുടങ്ങും മുമ്പ് സേതുനാഥൻ കാറ്റുപോലെ വന്നവർക്ക് മുൻപിലേക്ക് നിന്നു. കണ്ണു ചിമ്മി തുറക്കുന്ന വേഗത്തിൽ സേതുനാഥന്റെ വലങ്കൈ സുഗന്ധിയുടെ കവളയിൽ പതിഞ്ഞു. വല്ലാത്തൊരു ശബ്ദമായിരുന്നു ആ അടിക്ക്. അടി കിട്ടിയ മാത്രമേ തന്നെ ആ അടിയുടെ ആഘാതത്തിൽ സുഗന്ധി തറയിൽ ഇരുന്നു പോയി. തൊട്ടുപോകരുതവളെ, സുഗന്ധിയെ പിടിച്ചെഴുന്നേപ്പിക്കാൻ പോയ ഹിമയോട് സേതുനാഥൻ അലറി. പിന്നെ കൂടി നിന്ന ആൾക്കാരെല്ലാം കാഴ്ചക്കാരെ പോലെ അത് കണ്ടു നിന്നു. നിനക്കും അറിയാമല്ലോ ഇത്രയും ചെയ്തു കൂട്ടിയത് നിന്റെ അമ്മയായിരുന്നു എന്ന്. സേതുനാഥനെ ഇത്രമേൽ ദേഷ്യത്തിൽ ആദ്യമായിട്ടാണ് കോവിലകത്തുള്ളവർ പോലും കാണുന്നത്. ഹിമ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. അപ്പോഴേക്കും പത്മജ അവിടേക്ക് വന്നു. മുത്തശ്ശൻ ചോദിച്ച നീ കേട്ടില്ലേ ഹിമേ? നിനക്കും അറിയായിരുന്നോ നിന്റെ അമ്മയായിരുന്നതിന് പിന്നിലെന്ന്? അവൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ കുനിച്ചു പിടിച്ച തല മെല്ലെ അനക്കി. അവളുടെ മുഖം പിടിച്ച് ഉയർത്തി ഒരെണ്ണം കൊടുത്തു പത്മജ. ഇപ്പൊ ഇറങ്ങണം രണ്ടുവി വീട്ടീന്ന്. ഇനി മേലിൽ
ഈ മാണിക്യമംഗലം കോവിലകത്തിന്റെ പാട്ടി ചവിട്ടി പോകരുത്. സേതുനാഥൻ അവർക്ക് നേരെ അലറിയതും ഹിമ പെട്ടെന്ന് സുഗന്ധിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെങ്ങ് പോയാലെങ്ങനെ ശരിയാവുന്നത്? എന്റെ ജീവിതം ഇത്രത്തോളം ആക്കി ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെയും എന്നെയും ചതിച്ചിട്ട് വെറുതെ അങ്ങ് പോകാന്ന് കരുതിയോ അമ്മയും മോളും? എന്തു വന്നാലും മുത്തശ്ശ, ഞാൻ ഇതിനെ ലീഗലി നേരിടും. അതിന് ഇനി ഏതറ്റം വരെ പോകണമെന്ന് പറഞ്ഞാലും ഈ ജഗൻ പോയിരിക്കും. സുഗന്ധിക്കും വൈദ്യശാലയ്ക്കും എതിരെ ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. ജഗൻ മുന്നും പിന്നും നോക്കാതെ പറഞ്ഞതോടെ സുഗന്ധിയും ഹിമയും പരസ്പരം നോക്കി. പെട്ടെന്ന് ജയില്, പോലീസ് കേസ് എന്നൊക്കെ കേട്ടപ്പോഴേക്കും അവരും വല്ലാതായി. മോനെ ജഗൻ, നീ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയത്. സുഗന്ധി പറഞ്ഞതും ജഗൻ അവർക്ക് നേരെ അലറി. അറിയാതെ പറ്റിയെന്നോ? ഇത്രയും പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൃത്യം അറിയാതെ പറ്റിപ്പോയെന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ജഗൻ, പ്ലീസ് മോനെ, കേസാക്കരുത്. സുധാകരേട്ടന്റെ വീട്ടിലൊക്കെ അറിഞ്ഞാ അവർ ഞങ്ങളെ അടിച്ചു പുറത്താക്കും. പ്ലീസ്, പോകാൻ മറ്റൊരിടമില്ല. പോകാൻ മറ്റൊരിടമില്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ ഓർക്കണമായിരുന്നു. പെട്ടെന്ന് ജഗന് തടയാൻ കഴിയും മുമ്പ് സുഗന്ധി കണ്ണീരോടെ ജഗന്റെ കാൽക്കലേക്ക് വീണു. നിന്നിടത്ത് നിന്ന് ജഗൻ പിന്നോട്ട് വലിഞ്ഞു. എന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും കേസുമായി മുന്നോട്ട് പോകും. അതേസമയം ഈ വാർത്തകളെല്ലാം കേട്ടതിന്റെ ഞെട്ടലിൽ നിൽക്കുവാണ് ജാൻവി. ആരുടെയൊക്കെയോ ചതിയുടെ ഇരയായിരുന്നു താനെന്ന് മനസ്സിലാക്കിയതും അവളുടെ ഉള്ളം പിന്നെയും നേറി. മനസ്സ് മരവിച്ച അവസ്ഥയിൽ അവൾക്ക് കണ്ണീർ പോലും വന്നില്ല. ആ വീട്ടിലുള്ള ഓരോരുത്തരും അവളെ സഹതാപത്തോടെ നോക്കി. മിതുവാണെങ്കിൽ ജാനിക്കൊരു സപ്പോർട്ടിനു വേണ്ടി സത്യങ്ങൾ അറിഞ്ഞ സമയം തന്നെ ജാനിയെ താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു വേള ജഗന്റെ നോട്ടം ജാനിയിലേക്ക് നീട്ടു. അവളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. കാര്യം അവൾ മുൻപും പറഞ്ഞതാണ്, ഇതിന്റെ പിന്നിൽ സുഗന്ധിയാണെന്ന്. അന്നതൊക്കെ അവളുടെ അടവാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. മാത്രമല്ല, അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയതുമില്ല. ഇന്നിപ്പോ കാലം തെളിയിച്ച സത്യം. ജാൻവി, ജഗൻ നിന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചതും അവൾ ആ കൈ കുടഞ്ഞെറിഞ്ഞു. കത്തുന്ന കണ്ണുകളോടെ ജഗന് നേർക്ക് അവൾ നോക്കി. തുടരും. നമ്മളെ കുറ്റപ്പെടുത്തി പറയുന്ന കേൾക്കുമ്പോൾ വല്ലാണ്ട് വിഷമം വരും കേട്ടോ. സ്റ്റോറി പ്രോപ്പറായിട്ട് ഇടുന്നില്ലെന്ന് പറഞ്ഞ് എത്രയൊക്കെ കമൻസ് ആണ്. മാംഗല്യം ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ 2 പാർട്ട് വെച്ച് തരുന്നുണ്ട്. അപ്പോഴെനിക്ക് പരിണയം എഴുതാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പരിണയം എഴുതാതെ പകരം മാംഗല്യം തരുന്നത്. അതിനോടൊപ്പം ദാമ്പത്യവും നിയോഗത്താലിയും ഒക്കെയുണ്ട്. എല്ലാ ദിവസവും എന്നതുപോലെ കഥകൾ തരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചിലരുടെയൊക്കെ കമൻസ് കാണുമ്പോൾ നല്ല സങ്കടം വരും കേട്ടോ. നമുക്കും ഓരോരോ അത്യാവശ്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ഒഴിവാക്കാനാവാണ്ട് അതിലേക്ക് പെട്ടുപോകും. അപ്പോഴാണ് ഒരു ദിവസമൊക്കെ സ്റ്റോറി വൈകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്റ്റോറി തരാം. അതേ നടക്കൂ.